ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ സ്വർഗീയ സന്തോഷത്തിൽ നിന്ന് പുതുവർഷത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ചേലാകർമ്മ പെരുന്നാളും മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയും ആചരിക്കുന്ന അതിമഹത്തായ സ്വർഗീയ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ജനനം സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന പുതുവത്സരം അനുഗ്രഹപ്രദമായ നമ്മുടെ ശുശ്രൂഷകൾക്കായിട്ട് നമ്മെ ഒരുക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ തിന്മയുടേതായ ആസക്തികളൊക്കെയും നമ്മളിൽ നിന്ന് ദൂരത്താക്കി ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ പരിശുദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും നിറവിൻ്റെയും അനുഭവങ്ങളിലേക്ക് വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് സങ്കേതപ്പെടുകയും നമ്മുടെ പിതാക്കന്മാരായ ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാർ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ സൗരഭ്യവും അനുഗ്രഹങ്ങളും നമുക്ക് പകർന്നു നൽകിയതുപോലെ ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നല്ല തീരുമാനങ്ങളോടെ ദൈവകൃപയുടെ ആനന്ദം ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് ആരാധനാ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ ക്രമീകരിക്കുമ്പോൾ നമുക്കും ഒരുപാട് വ്യതിയാനങ്ങളും സ്വർഗീയമായ സന്തോഷത്തിൻ്റേതായ അനുഭവങ്ങളും ലഭ്യമാകുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെയൊരു ആനന്ദത്തിൻ്റെ അനുഭവമായി ഈ പുതുവർഷം നമുക്ക് ദൈവസന്നിധിയിൽ ശരണപ്പെടുവാനും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പുതുവർഷത്തിൽ നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അത് വ്യക്തിപരമായ നമ്മുടെ അഹന്തകളുടെ തിന്മകളുടെ ആസക്തികളൊക്കെ മാറി പുൽക്കൂട്ടിൽ പിറന്ന സ്വർഗീയ സന്തോഷത്തെ അന്യർക്ക് പങ്കുവെക്കുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ കൃപയിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും അങ്ങനെ അനുഗ്രഹീതമായ ഒരു പുതുവത്സരം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ വിസ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.